ഒരു ചാലഞ്ച് വരുമ്പോൾ നമ്മൾ നമ്മുടെ സ്ട്രെങ്ത് വെച്ച് ചെയ്യണം. നമ്മൾ ഇമോഷൻസിനെയൊക്കെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് എവിടെയൊക്കെ വീക്ക് എന്നുള്ളത് അറിയാൻ പറ്റും. ഇന്റർ ബ്രാഞ്ച് കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ എന്തൊക്കെ കോമ്പറ്റീഷൻസ് ആണ് ഉണ്ടായിരുന്നത് ആട്ടുമായിട്ട്? അതിൽ ക്യാമറ ആംഗിൾ എന്താണ്, ലൈറ്റിംഗ് എങ്ങനെ ഇരിക്കുന്നത്, ഇവിടുന്ന് നമുക്ക് പ്രാക്ടീസ് കിട്ടിയോണ്ട് അവിടെ പോയി ടെൻഷൻ അടിക്കത്തില്ല. അത് അവസാനം മരുഭൂമിയിൽ നിന്ന് റോഡിലോട്ട് എത്തുന്ന ഒരു അവസ്ഥ ഉണ്ട്. അതേ അവസ്ഥ നമ്മളെല്ലാവരും എക്സ്പീരിയൻസ്. ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഡേയോ ഒരു സ്റ്റോറി ഷെയർ ചെയ്യാമോ തിങ്കിൽ വെച്ചിട്ട്? ഇപ്പൊ നിങ്ങൾ ഇത് കഴിഞ്ഞ് ഇനിയിപ്പം വേറെ ക്യാമ്പസിൽ പോവാണ്, IITസിലേക്ക് പോവാണ്. സോ എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു ഇൻസിഡന്റ് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഇൻസിഡന്റ് ഏതെങ്കിലും ഉണ്ടോ? അയച്ച് ലഞ്ച് ബ്രേക്സ് മിസ് ചെയ്യും. നമ്മള് ഒരാൾ പൊതിച്ചോറ് കൊണ്ടുവരും, ബാക്കി എല്ലാവരുടെയും ചോറൊക്കെ കൂട്ടിയിട്ട് 10-12 പേര് ചുറ്റിയിരുന്ന് ഇതൊക്കെ കഴിക്കുമായിരുന്നു. സർ അമേസിങ്. ക്ലാസ്സസിൽ പറഞ്ഞ പോലെ വി ഹാഡ് മൂവീസ് ഫോർ റെഫറൻസ്. എന്ന് വെച്ചാൽ അതിലെ ഫ്രെയിംസും അതിലെ ഹൗ ദ കോമ്പോസിഷൻ വർക്ക്സ് കാണിക്കാനായിട്ട് യൂസ് ടു പ്ലേ വീഡിയോസ് ആൻഡ് മൂവീസ്. അപ്പോൾ വി ആക്ച്വലി എൻജോയ് ക്ലാസ്സസ്. ഇപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം ആണെങ്കിലും പെട്ടെന്ന് തീരുന്നു എന്ന് ഒരു തോന്നൽ ഉണ്ടാകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇറ്റ് വാസ് ആക്ച്വലി ഫൺ സിറ്റിംഗ് ഇൻ ദീസ് ക്ലാസ്സസ്. ആദ്യത്തെ ഏതെങ്കിലും മെമ്മറി ഓഫ് യോഴ്സ്? എനിക്ക് മെമ്മറബിൾ ആയിട്ടുള്ള, നമുക്ക് ഒരിക്കൽ ഒരു ദിവസം ക്ലാസ്സിൽ വിക്രം സാർ എടുത്തായിരുന്നു ക്ലാസ്. നമ്മൾ ഇമോഷൻസിനെയൊക്കെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സാറാണെങ്കിൽ നമ്മൾ ഓരോരുത്തരെ കുറച്ച് നേരെ സെലക്ട് ചെയ്തിട്ട് ഫ്രണ്ടിലോട്ട് വന്നിട്ട് ഏതെങ്കിലും ഒരു ഇമോഷൻ പറഞ്ഞിട്ട് നമ്മളത് അഭിനയിച്ച് കാണിക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ എന്തായിരുന്നു സില്ലിയോ അങ്ങനെ എന്തോ ആയിരുന്നു പറഞ്ഞ് ചെയ്ത്. അത് വാസ് നൈസ്. എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു ആങ്കർ ഒക്കെ ചെയ്ത്. അത് നമ്മൾ പേടിച്ചു പോയി ആങ്കർ ഇത് ചെയ്തപ്പോഴേക്കും. അങ്ങനെ അതൊരു നല്ല ഡേ ആയിരുന്നു. എനിക്കത് എപ്പോഴും ഓർമ്മ ഉണ്ടാവും. ഇപ്പൊ ഇമോഷൻസിനെ പറ്റി പറയുമ്പോഴത്തേക്ക് എനിക്ക് എപ്പോഴും മിക്കവാറും ആ ഡേ ആയിരിക്കും ഓർമ്മ വരുന്നത്. ആദ്യത്തെ എന്തെങ്കിലും ഒരു മെമ്മറബിൾ? ലൈക്ക് ഒരു ദിവസം ലൈവ് സ്കെച്ചിന് പോയി, വേലിയിൽ പോയി. ഞാനുണ്ടായിരുന്നു, വേറെ 4 പേരും കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ വലിയ കാര്യത്തിൽ പോയി. ഈവനിങ് എന്തോ തിരിച്ച് പോകാനായിട്ട് ബസ് സ്റ്റാൻഡിൽ പോയപ്പോൾ ബസ് വരുന്നില്ല. സോ നമ്മൾ ലൈക്ക് സമയം ഒത്തിരി ആയി, ലൈക്ക് 6 o'clock എന്തോ ആവാറായി. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഇങ്ങനെ കുറേ നേരം ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ബസ് വരുന്നതുമില്ല. നമ്മളിങ്ങനെ ആകെ ഒരുമാതിരി ഡെസ്പെറേറ്റ് ആയി, വിശക്കുകയും ചെയ്യും. വെള്ളവും ഇല്ല, ഫുഡും ഇല്ല, ഒന്നുമില്ല. വേലിയാണ്, അവിടെ വലിയായിട്ട് കടയൊന്നും ഇല്ല. സോ നമ്മൾ എല്ലാവരും കൂടി ഒന്നിച്ച് നിന്നിട്ട് ഒറ്റ മൈൻഡ് ലുലുമാല വരെ നടക്കാമെന്ന് പറഞ്ഞ് നടന്നില്ല. അവസാനം എവിടെ വെച്ച് നോക്കിയപ്പോൾ KSRTC ബസ് വന്നു. അപ്പം പെട്ടെന്ന് ആ ബസ് വന്നപ്പം എന്താ പറയുക, ആടുജീവിതത്തിൽ മറ്റേ അത് അവസാനം മരുഭൂമിയിൽ നിന്ന് റോഡിലോട്ട് എത്തുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതേ അവസ്ഥ നമ്മളെല്ലാവരും എക്സ്പീരിയൻസ്. അതുകൊണ്ട് ഒരിക്കലും മറക്കത്തില്ല. ലൈവ് സ്കെച്ചിങ് പോലെ വേറെ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നത് പാർട്ട് ഓഫ് കോച്ചിങ് ആയിട്ട് വന്നിരുന്നത്? കുറേ വർക്ക്ഷോപ്സ് ഒക്കെ പല യൂണിവേഴ്സിറ്റീസിൽ നിന്നും വന്നായിരുന്നു നമുക്ക്. പിന്നെ ഇന്റർ ബ്രാഞ്ച് കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നു. സോ ഇന്റർ ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ തിങ്കിന്റെ വേറെ ബ്രാഞ്ചസ് ഉള്ള സ്റ്റുഡൻസ് ആയിട്ടാണ് കോമ്പറ്റീഷൻ. അപ്പൊ എന്തൊക്കെ കോമ്പറ്റീഷൻസ് ആണ് ഉണ്ടായിരുന്നത് ആട്ടുമായിട്ട്? ഫസ്റ്റ് നമുക്ക് ഈ ഒരു മോഡൽ മേക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു ഫുൾ ഡേ ഉണ്ടായിരുന്നു. ഒരു മോഡൽ ഉണ്ടാക്കുക, പിന്നെ അതിൻ്റെ ഒരു മേക്കിംഗ് പ്രോസസ്സിന് ഒരു വീഡിയോ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത്. അതായിരുന്നു ഫസ്റ്റ് വൺ. അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളവരായിരുന്നു. അതൊരു ഗ്രൂപ്പ് വർക്ക് ആയിരുന്നു. പിന്നീട് വന്നത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു മെഡൽ ഡിസൈൻ ചെയ്യാനായിട്ട്, ഒളിമ്പിക്സിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒളിമ്പിക്സ് മെഡൽ ഡിസൈൻ ചെയ്യാനായിട്ട്. ഇന്ത്യയിലാണ് ഒളിമ്പിക്സ് നടന്നിരുന്നെങ്കിൽ മെഡൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഡിസൈൻ ചെയ്യാനായിട്ടായിരുന്നു. അത് ഇൻഡിവിജ്വൽ ആയിരുന്നു, ഓരോരുത്തരും ഓരോന്നാണ് സബ്മിറ്റ് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് ഓണം സെലിബ്രേഷൻസും ആർട്ടോയുടെ ഒരു ഭാഗമായിരുന്നു. അപ്പോൾ ഓണത്തിന് നമ്മളൊരു മോഡൽ ഉണ്ടാക്കി. പിന്നെ മാത്രമല്ല അതിൻ്റെ പ്രോഗ്രാംസും അതിൻ്റെ കംപ്ലീറ്റ് ഒരു ഇത് ആർട്ടോയുടെ ഒരു പാർട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 3 പേരും ആർട്ടോയുടെ മെയിൻ ആയിട്ട് വന്നിരുന്നത്. 3 വാസ് റിയലി ഫൺ. മിനിയേച്ചർ ഡിസൈൻ സ്കൂൾ ആയിരുന്നു ഇവിടെ. ലൈവ് സ്കെച്ചിങ്ങിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ പവൻ? ലൈവ് സ്കെച്ചിങ്ങിന് നമ്മൾ ഇടയ്ക്ക് ഒരു പ്രാവശ്യം കനകുന്ന് പോയായിരുന്നു. വെൻ ടു ലുലു വൺസ്. അപ്പോൾ അവിടെ നമ്മൾ ഓൾമോസ്റ്റ് ഒരു മെജോറിറ്റി ഓഫ് ദ ഡേ അവിടെ ആയിരിക്കും. ദെൻ അവിടുത്തെ ബെസ്റ്റ് സീൻ നമ്മൾ ചൂസ് ചെയ്യും. എന്നിട്ട് അതായിരിക്കും നമ്മൾ സ്കെച്ച് ചെയ്യുന്നത്. അവിടെ വി ഓൾസോ ട്രൈ ടു ആഡ് ദ പീപ്പിൾ ഇൻ ദെയർ. അപ്പോൾ ഒരു നാച്ചുറൽ ആയിട്ട് ഒരു സീൻ വരയ്ക്കുമ്പോൾ എന്തൊക്കെ വേണം
എന്തൊക്കെ അവിടെ വരണം ഉം. എന്നൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ടായിരുന്നു. ഉം, ഉം, ഉം. അപ്പോൾ ഫോർ സീൻ ഡ്രോയിങ് ക്വസ്റ്റ്യൻസ് ഇറ്റ് ആക്ച്വലി ഹെൽപ്സ് ആ. എ ലോട്ട്. സീൻ ഡ്രോയിങ്ങില് യൂസീഡ് ഉണ്ട് അല്ലേ? യൂസീഡ് ഉണ്ട്. യൂസീഡ്. യൂസീഡ് ഈ വർഷം വി ഹാഡ് എ സീൻ ഡ്രോയിങ് ക്വസ്റ്റ്യൻ ഉം. റെയിൽവേ സ്റ്റേഷൻ്റെ ആയിരുന്നു. അതും നമ്മൾ കുറെ പ്രാക്ടീസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ നടന്നില്ല. ഓവറോൾ കോച്ചിങ്ങിന്റെ ഒരു ഡേയ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ ചെയ്തു, അത് കഴിഞ്ഞ് എക്സാംസ് 1 by 1 സ്റ്റാർട്ട് ചെയ്തപ്പം എന്തായിരുന്നു എക്സ്പീരിയൻസ്? എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ഒബ്വിയസ്ലി എക്സാം ടെൻഷൻ കിക്ക് ചെയ്യുന്ന ഒരു മൂമെന്റ് ഉണ്ടാവും. ലാസ്റ്റ് ഒരു മന്ത് ഒക്കെ ആയപ്പോഴത്തേക്കും എക്സാം വരുവാണ്. പഴയ പോലല്ല, പണ്ട് എപ്പോഴും ഭയങ്കര ഫ്രീ ആയിട്ടായിരുന്നല്ലോ നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. സീരീസ് ആണ്, എക്സാം വരുവാണ്, അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും എക്സാം എത്തിയപ്പോഴേക്കും ഇറ്റ് വാസ് ഫൈൻ. നമുക്ക് ഒരു പ്രിപ്പയർഡ് ആയിരുന്നു, അതുകൊണ്ട് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എക്സാം അപ്രോച്ച് ചെയ്യാനായിട്ട്. പിന്നെ മാത്രമല്ല എക്സാം വാസ് ഫൺ. 2 എക്സാംസ് ആണെങ്കിലും ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള അങ്ങനത്തെ എക്സാംസ് അല്ലായിരുന്നു. നമ്മൾ പ്രിപ്പയർ ചെയ്തതുപോലെ തന്നെയാണ് എക്സാം. കുറച്ച് നമ്മൾ റെഡി ആയിരുന്നു എക്സാമിന് വേണ്ടിയിട്ട്. എക്സാം ഓൾസോ വെൻ വെൽ ആക്ച്വലി. പ്രിപ്പയർഡ് ആയിരുന്നു, അപ്പോൾ വെരി കോൺഫിഡൻ്റ് ആയിരുന്നു. ആൻഡ് ലൈക്ക് ഐ സെഡ്, ആക്ച്വലി എൻജോയ് ഡൂയിങ് ദി എക്സാം. ആ പാർട്ട് ഐ ലൈക്ക് ഡൂയിങ് ലോജിക്കൽ റീസണിങ്. അങ്ങനെ കുറേ പസിൽസ് ചെയ്യാൻ എനിക്ക് പണ്ടേ താല്പര്യം ഉണ്ടായിരുന്നു. സുഡോക്കൻ ഓൾ ന്യൂസ് പേപ്പറിൽ വരുന്നതെല്ലാം ഇത് ചെയ്യുമായിരുന്നു. ആൻഡ് ഐ എൻജോയ് ഡൂയിങ് ഇറ്റ്. ഇപ്രാവശ്യം കുറെ കൂടെ പ്രിപ്പയർഡും ആയിരുന്നു. അപ്പോൾ ഇറ്റ് വർക്ക്ഡ് വെരി വെൽ ഫോർ മീ. ആദിത്യന്റെ എങ്ങനെയായിരുന്നു? NID ആക്ച്വലി ഞാൻ ഉറങ്ങുമായിരുന്നു. അല്ല, എക്സാം അതിന് മുമ്പ് എക്സാം ടൈം കുറവല്ലേ അറ്റംപ്റ്റ് ചെയ്യാൻ? ഡ്രോയിങ് ഒക്കെ കുറച്ച് ക്രാംഡ് അല്ലേ എക്സാം? ടൈം ഇച്ചിരി ടൈറ്റ്. NIDക്ക് എനിക്ക് വലിയ ടെൻഷൻ ഇല്ലായിരുന്നു, ലൈക്ക് ബിക്കോസ് അവരെന്താണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെയൊന്നും ഇല്ല. സോ ലൈക്ക് ദർ ഇസ് എ 50-50 ചാൻസ് കിട്ടും കിട്ടില്ല. അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് ബോധർ ചെയ്യാൻ പോയില്ല. ഞാൻ യൂസ് ചെയ്ത് ലൈക്ക് ദ ഡിമാൻഡ് സംതിങ്. സോ അപ്പം നമുക്കൊരു ഷിഫ്റ്റ് വേണം, നമ്മൾ അതിലോട്ട് ആ ഒരു മെന്റാലിറ്റിയിൽ ചിന്തിക്കണം. അപ്പൊ അത് ഇച്ചിരി സ്ട്രെസ്ഫുൾ ആയിരുന്നു. പക്ഷെ അത് കുഴപ്പമില്ലാണ്ട് മാനേജ് ചെയ്തു, അത് മാനേജ് ചെയ്യാൻ സാധിച്ചു. പക്ഷെ യൂസീഡിന്റെ ആ ഒരു ടൈം ആയപ്പം ഒരു എന്താ പറയാ, ഒരു ആർട്ട് ബ്ലോക്ക് ഒരു സിറ്റുവേഷൻ വന്ന് ഇടയ്ക്ക് വെച്ച്. പക്ഷെ അതിന് അപ്പൊ എനിക്ക് താങ്ക്ഫുള്ളി പനി പിടിച്ച് കുറച്ച് ദിവസം റെസ്റ്റ് എടുത്ത് പിന്നെ വന്നപ്പോ ഓക്കെ ആയി. എങ്ങനെയാ അത് റിസോൾവ് ചെയ്ത് വന്നത്? അത് ആക്ച്വലി ഞാൻ ചുമ്മാ റെസ്റ്റ് എടുത്തപ്പോ ശരി. തിങ്കില് മോക്ക് എക്സാംസ് നിങ്ങളെ ആക്ച്വൽ എക്സാം ഫേസ് ചെയ്യാൻ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ആക്ച്വലി തിങ്കില് മോക്ക് എക്സാംസ് കുറച്ചും കൂടി എന്താ പറയാ, ചാലഞ്ചിങ് ആണ്. ലൈക്ക് ആക്ച്വൽ എക്സാമിനേക്കാളും കുറച്ചും കൂടി ചാലഞ്ചിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറച്ചും കൂടി പാടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആ ഒരു ടൈം ഫ്രെയിമിൽ ചെയ്യണം. പക്ഷെ ഇച്ചിരി ചിലപ്പോഴൊക്കെ നമുക്ക് ഇച്ചിരി ടൈം തരും, ബിക്കോസ് നമ്മൾ അത് മെയിൻ എക്സാം അല്ലാത്തതുകൊണ്ട്. ബട്ട് ആ ഒരു എൻവയോൺമെന്റിലോട്ട് നമുക്ക് അത് അഡ്ജസ്റ്റ് കിട്ടും. എന്തായിരിക്കും ചോദിക്കുക, എങ്ങനെ അത് അറ്റൻഡ് ചെയ്യാം, നമുക്ക് എന്തെങ്കിലുമൊക്കെ ആ ഒരു എക്സാം എങ്ങനെ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു മെത്തേഡ് ഓരോരുത്തർക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ ചാൻസ് കിട്ടും. ഞാൻ 5-6 മെത്തേഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്, 4 തോറ്റി. പക്ഷെ അത് നല്ലൊരു ചാൻസ് ആണ്. നമുക്ക് ഓരോ മെത്തേഡ് നോക്കാം എങ്ങനെയൊക്കെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പൊ അത് നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ ഒരു ചാൻസ് ആണ് മോക്ക് എക്സാംസ്. പിന്നെ നമുക്ക് എവിടെയൊക്കെ വീക്ക് എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പൊ അതൊരു നല്ലൊരു സംഭവമാണ് മോക്ക് എക്സാംസ്. The mock exams are very similar to the actual exams. അപ്പോൾ അവിടെ പോയി ടെൻഷൻ അടിക്കത്തില്ല. ഇവിടുന്ന് നമുക്ക് പ്രാക്ടീസ് കിട്ടിയോണ്ട് അവിടെ പോകുമ്പോൾ നമ്മൾ കുറേ ചെയ്തിട്ടുള്ളതാണ്, ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ അവിടെ ചെന്ന് ടെൻഷൻ അടിക്കത്തില്ല. എക്സാം ഫിയർ ഉള്ള ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇങ്ങനെ മോക്ക് എഴുതി എക്സാം ഫിയർ മാറിയിട്ടുണ്ടോ? ഇല്ല, എക്സാം ഫിയർ ആയിട്ട് അത്ര ഇല്ലായിരുന്നു. പക്ഷെ ഇവിടുത്തെ മോക്ക് എക്സാംസ് കുറച്ചുകൂടെ ഒരു കട്ടി ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ ഒരു ലെവൽ കൂടി ആണ് തന്നത്. അപ്പോൾ അവിടെ പോയപ്പോൾ ഫൈനൽ എക്സാം ആകുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയായിരുന്നു. യൂസീഡിന്റെ നോൺ വെർബൽ സൈഡ് എങ്ങനെയാണ് ഫേസ് ചെയ്തത്? ആക്ച്വലി ആദ്യം നമ്മളിങ്ങനെ ഇവിടെ വെച്ച് ചെയ്തിട്ട് പഴയ യൂസീഡിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ അവിടെ എക്സാമിൽ പോകുമ്പോൾ നമ്മൾ അറിയാണ്ട് ആ ഒരു ഇപ്പോൾ ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ അതിൽ ഒത്തിരി നേരം ടൈം സ്പെൻഡ് ചെയ്യും. അത് ആക്ച്വലി ഭയങ്കര ബാഡ് പോയിന്റ് ആണ്. ഇങ്ങനെ ചെയ്തുകൂടെ. ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ ഭയങ്കര പാടാം. നമ്മുടെ ബ്രെയിൻ സ്ട്രെസ് ഔട്ട് ആവുകയും ചെയ്യും, ടൈം കുറെ പോകും. അപ്പം ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടിയാൽ അതിന് ഞാൻ മാക്സിമം 2 മിനിറ്റ് കൊടുക്കും ഒരു ക്വസ്റ്റ്യന്. അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ആ ക്വസ്റ്റ്യന് നമ്പർ
ഒരു റഫ് പേപ്പർ എഴുതി വെക്കും, എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യനിൽ പോയി ചെയ്യും. അങ്ങനെ ഈസി ക്വസ്റ്റ്യൻസ് എല്ലാം ആദ്യം ചെയ്തിട്ട് ഈ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് രണ്ടായിട്ട് വെച്ചിട്ടുണ്ട്, ഡിഫിക്കൽട്ടും വെരി ഡിഫിക്കൽട്ടും. അതിൽ ഡിഫിക്കൽട്ട് ഓരോന്നായിട്ട് ചെയ്ത് വരും, എന്നിട്ട് ഈ വെരി ഡിഫിക്കൽട്ട് നോക്കും. വെരി ഡിഫിക്കൽട്ട് മിക്കവാറും കിട്ടത്തില്ല, ബിക്കോസ് അത് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ്. യൂസ് ചെയ്ത് അത് മനഃപൂർവ്വം അങ്ങനെ വെച്ചിരിക്കും നമ്മളെ സ്ട്രെസ് ഔട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അത് അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അത് മൈൻഡ് ചെയ്യത്തില്ല, ഞാൻ അത് ഇഗ്നോർ ചെയ്യും. 4 മാർക്ക് പോട്ടെ എന്ന രീതിയിലങ്ങ് പോകും. അപ്പം അത് റിയലി ഹെൽപ്പ്. പിന്നെ നോൺ വെർബലിൽ പിന്നെ ചില മെറ്റീരിയൽസ് കിട്ടും, യൂസ് ചെയ്തിൻ്റെ അതേ ക്വസ്റ്റ്യൻ അല്ലെന്നേ ഉള്ളൂ, പക്ഷെ ആ ഒരു എങ്ങനെ തിങ്ക് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ കിട്ടുന്ന ബുക്ക്സ് ഉണ്ട്. ബിഗ് ബുക്ക് ഓഫ് ബ്രെയിൻ ഗെയിംസ് എന്നൊരു ബുക്കുണ്ട്, ഇച്ചിരി വലിയൊരു ബുക്കാണ്, കുറേ പസിൽസ് ഉണ്ട്. അപ്പോൾ അത് ചെയ്ത് വരുമ്പം നല്ലൊരു ഐഡിയ കിട്ടും. അത് എത്ര 1000 പസിൽസ് ഉണ്ട്. നോൺ വെർബൽ ക്വസ്റ്റ്യൻസ് ഞാൻ കൂടുതൽ ഈ പറയുന്ന പോലെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളൊരു സാധനം ചെയ്തുകൊണ്ടിരുന്നത്. പസിൽ ഗെയിംസ് എടുത്തിട്ട് ഇന്റർനെറ്റിൽ ഒരുപാട് അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെ നോക്കി ചെയ്യുമ്പോഴേക്കും ആ ഒരു ഫണ്ണാണ്. അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ കുറച്ചും കൂടെ ചെയ്യാനായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും, ആ ഒരു മെത്തേഡ് കിട്ടും. പിന്നെ മാത്രമല്ല ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്, യൂസീഡിൻ്റെയും സീഡിൻ്റെയും രണ്ടിനെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നോൺ വെർബൽ ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്ക് അത് ആക്ച്വലി അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പ്രാക്ടീസിൽ. ഈ ക്വസ്റ്റ്യൻസ് ടൈം ചെയ്ത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ യൂസീഡിൻ്റെ ഒരു ലെവൽ നമുക്ക് എങ്ങനെയാണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവുകയും ചെയ്യും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് കുറച്ചും കൂടെ ഫെമിലിയർ ആവുകയും ചെയ്യും. അപ്പോൾ അത് എക്സാമിന് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഈ പസിൽ സോൾവിങ് സ്വന്തമായിട്ട് അവിടെ എത്തിയതാണോ, അതോ സംബഡി ഹു ഇൻസ്പയർഡ് യു ഇങ്ങനെ ഈ രീതിയിലൊക്കെ ട്രൈ ചെയ്ത് നോക്കണം എന്നൊക്കെ പറയുന്നു? അത് നമുക്ക് ക്ലാസ്സിൽ സാറ് കുറച്ച് റെഫറൻസ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്നായിരുന്നു ആക്ച്വലി തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ജമ്പ് ചെയ്ത് ഞാനും ഇതിന്റെ പുറകെ പോകുന്നത് എനിക്കിഷ്ടമാണ്. എന്തെങ്കിലും കിട്ടിയാൽ ഞാൻ അതിന്റെ പുറകെ പോകും. അപ്പോൾ അങ്ങനെ പസിൽസ് ഞാൻ കുറെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു. പവന് എങ്ങനെയായിരുന്നു? ലോജിക്കൽ റീസണിങ് ക്വസ്റ്റ്യൻസ് എനിക്ക് തോന്നുന്നത് ദ ബെസ്റ്റ് വേ ഇസ് ടു പ്രാക്ടീസ്. കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യണം, എന്നാലേ അതിൻ്റെ ഒരു അങ്ങ് യൂസ് ആവത്തുള്ളൂ. അപ്പോൾ ഇവിടെ മോക്ക് ടെസ്റ്റ് കുറേ ഉണ്ടായിരുന്നു, ബുക്സിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഐ യൂസ് ടു ഡു പസിൽസ്, സുഡോക്കൂസ് ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഇത് പ്രാക്ടീസ് ചെയ്തായിരുന്നു ഈ ലോജിക്കൽ ക്വസ്റ്റ്യൻസിന് ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ അവസാനത്തെ ദിവസം ലൈക്ക് എക്സാമിന് like 2-3 days before, that's all I did. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. കുറേ പ്രീവിയസ് ഇരുന്ന് ചെയ്യും, കറക്റ്റ് ചെയ്യും. ഹൗ മച്ച് കിട്ടി, എത്ര വേണം, അന്നത്തെ ടോപ്പർ എത്ര ആയിരുന്നു, ഒക്കെ ചെയ്ത് കമ്പയർ ചെയ്ത് ചെയ്യുക. ലോഡ് ഓഫ് ഹാർഡ് വർക്ക് ആൻഡ് എഫേർട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് അതിനെ പറയുന്നത്, എങ്കിലും യുവർ റാങ്ക്സ് ലിറ്ററലി പ്രൂവ് ദാറ്റ്. ഓക്കെ, സോ നമ്മള് പിന്നെ പറയുകയാണെങ്കിൽ തിങ്കിലെ ഫാക്കൽറ്റിയെ നോക്കുമ്പം ആരാണ് ഏറ്റവും ഇൻസ്പയർ ചെയ്തത്? എനിക്ക് എപ്പോഴും ചന്തു സാറ് നമ്മുടെ ക്ലാസ്സിന്റെ വലിയൊരു ജീവനായിട്ട് ഫീൽ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല വിക്രം സാറും നമ്മുടെ സ്വാതി ചേട്ടൻ, അശ്വിൻ ചേട്ടൻ, അവരെല്ലാരും ഉണ്ടായിരുന്ന ഫാക്കൽറ്റി എല്ലാവരും നല്ലതായിരുന്നു. പിന്നെ എനിക്ക് എപ്പോഴും ചന്തു സാറിനോട് ഒരു പ്രത്യേക അടുപ്പമുണ്ട്. ചന്തു സാറ് മെസ്സേജ് ഒക്കെ സ്റ്റേറ്റസ് ഇട്ട് അതെ, എന്ത് രീതിയിലാണ് സാർ ചാലഞ്ച് ചെയ്തോണ്ടിരുന്നത്? സാറിന്റെ ടീച്ചിങ് മെത്തേഡ് എന്താ പറയാ, ചില സിറ്റുവേഷൻസിൽ നല്ലതാണ്. പിന്നെ സാറ് ഇപ്പൊ ഈ പറയുന്ന പോലെ ഇവൻ ഇപ്പൊ കൊമേഴ്സ് ആയിരുന്നല്ലോ, അപ്പൊ അങ്ങനെ എല്ലാവരും മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരില്ല. അപ്പൊ സാറ് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഇങ്ങനെ പോകുമായിരുന്നു. അപ്പോഴേക്കും എനിക്ക് മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് ഞാൻ സാർ ഇങ്ങനെ വളഞ്ഞു വരുന്നു എന്നെപ്പോഴും ഞാൻ കംപ്ലൈന്റ് പറയാം. പക്ഷെ സാർ പറയായിരുന്നു അങ്ങനെ വേണം, എന്നാലേ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവത്തുള്ളൂ. പിന്നെ ഈ യൂസ് ചെയ്ത് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും സാറ് നന്നായിട്ട് പറഞ്ഞു തരുമായിരുന്നു. ഇപ്പൊ ഇതുപോലെ റെഫറൻസസും ഇപ്പൊ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടില്ലാത്ത കാര്യങ്ങളും അതൊക്കെ സാർ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. ഇപ്പൊ ചില ക്വസ്റ്റ്യൻസിന്റെ ലോജിക്ക് ഉണ്ടാവും, പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവത്തില്ല ഇത് ഒരു ലോജിക്കുള്ള സാധനമാണ്, ഇതിന് ആക്ച്വലി ഇതിന്റെ പുറകിലൊരു സംഭവം ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ലായിരിക്കും. പക്ഷെ സാർ അത് വന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമായിരുന്നു, ഇങ്ങനെ ഉണ്ട്, ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ മതി എന്നൊക്കെ. അപ്പൊ അങ്ങനെ സാറ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എക്സാം പ്രിപ്പറേഷൻ, യൂസ് ചെയ്ത് പ്രിപ്പറേഷന്. നമുക്ക് അങ്ങനെ ലോജിക്കൽ മാത്സിന് സാറായിരുന്നു മെയിനായിട്ട് ലീഡ് ചെയ്തിരുന്നത്. ഇപ്പോൾ ആപ്റ്റിറ്റ്യൂഡിന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു സാർ. പവന്റെ എക്സ്പീരിയൻസ്? ചന്തു സാർ സെറ്റ് ആയിരുന്നു. സാറിന്റെ ക്ലാസ് ഭയങ്കര ഫണ്ണായിരുന്നു, ഭയങ്കര ഇന്ററാക്ടിങ് ആയിരുന്നു. വെരി ഇൻട്രസ്റ്റിംഗ് ടു സിറ്റ് ഇൻ ഹിസ് ക്ലാസ്. ബോർ അടിക്കത്തില്ല നമുക്ക്, അത്ര അടിപൊളിയായിരുന്നു ക്ലാസ്സസ്. പിന്നെ ഡ്രോയിങ് ഓഫ് കോഴ്സ് വിക്രം സാർ, സ്വാതി സാർ, അശ്വിൻ എല്ലാരും നല്ല ഇൻപുട്ടൊക്കെ തരുമായിരുന്നു. ഇവരെല്ലാരും NID, അശ്വിൻ സാർ ആണെങ്കിലും സ്വാതി സാറൊക്കെ NIDs ആയിരുന്നു. അപ്പൊ അവരുടെ ഒരു ഇൻപുട്ട് എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഗ്രോത്തില്? അവരുടെയും
അവര് NID പോയവരായിരുന്നു. ഉം. അപ്പൊ അവിടെ എന്താണ് വേണ്ടേ, അവിടെ എന്തുവാണ് നോക്കുന്നേ ഉം. എന്നൊരു വ്യൂവും കൂടെ നമുക്ക് കിട്ടിയായിരുന്നു. ഉം. ഉം. എന്ത് ചെയ്യണം, അങ്ങനെ കയറണമെങ്കിൽ നമ്മൾ എവിടാണ് ഫോക്കസ് ചെയ്യേണ്ടത്, എവിടെ ഇമ്പ്രൂവ് ചെയ്യാം എന്നൊക്കെ അവരെ ഹെൽപ്പ് ചെയ്തായിരുന്നു, കുറേ ഹെൽപ്പ് ചെയ്തായിരുന്നു. പിന്നെ ഡ്രോയിങ് ഫാക്കൽറ്റി നമ്മളെ കുറേ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. ലൈക്ക് ഇപ്പോൾ ഒരു അസൈൻമെൻറ്റ് തരുവാണെങ്കിൽ ഉം. അവര് നല്ല ഫീഡ്ബാക്ക് തരുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഹെൽപ്പ് ലോട്ട് ഫോർ ദി എക്സാം. Okay, let me ask you, എന്തായിരുന്നു ഡ്രോയിങ് നിങ്ങൾക്ക് ബിഫോർ കോച്ചിങ് ആൻഡ് വാട്ട് വാസ് ഡ്രോയിങ് ആഫ്റ്റർ, ഓർ മേ ബി വൺസ് യു ഗെറ്റ് ഇൻ ടു ഡിസൈനിങ് എന്താണ് നിങ്ങൾക്ക് ഡ്രോയിങ് ഇപ്പം കമ്പയർഡ് ടു പ്രീവിയസ്ലി എന്തായിരുന്നു ഡ്രോയിങ്? ഡ്രോയിങ് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു മീഡിയം ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിരുന്ന ഒരു സാധനമാണ്. എന്തെങ്കിലും കാണുന്നു, കൊള്ളാൻ, വരയ്ക്കുന്നു. പിന്നെ ഞാൻ ഡ്രോയിങ്ങിൽ അങ്ങനെ ഭയങ്കര നല്ലതല്ലായിരുന്നു ആക്ച്വലി. പ്രിപ്പറേഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഇപ്പൊ ഇവരൊക്കെ വരയ്ക്കുന്ന കാണും, ഇപ്പൊ ഇൻട്രസ്റ്റ് എടുത്ത് സ്ക്രോൾ ചെയ്യുന്ന പോലെ ഇരിക്കും ഇവരെയൊക്കെ ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ. അപ്പൊ ഞാൻ പിന്നീട് ഇവിടെ വന്നപ്പോഴേക്കും ലൈക്ക് ഞാൻ സംസാരിക്കാൻ തുടങ്ങി ആൾക്കാരോട്, ചോദിച്ചു ഇപ്പൊ എന്താണ് ചെയ്യേണ്ടത്, ഇപ്പൊ ഇതാണ് സിറ്റുവേഷൻ, ഇങ്ങനെ കിടക്കുവാണ് എന്റെ ഹ്യൂമൻ ഫിഗേഴ്സ്, ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോഴേക്കും ഇപ്പൊ ടീച്ചേഴ്സ് നമുക്ക് അതിൻ്റെതായ റിവ്യൂ തരുമായിരുന്നു. അപ്പൊ അതിൽ നിന്നാണ് ഇമ്പ്രൂവ് ആയത്. പിന്നെ ഞാൻ ഇവരോടൊക്കെ പോയി സംസാരിക്കുമായിരുന്നു. നമ്മുടെ ക്ലാസ്സിനകത്ത് ഓരോരുത്തർക്കും ഓരോരോ ടെക്നീക്ക് ഉണ്ടല്ലോ, അപ്പൊ അത് ചോദിച്ചറിയുമ്പോഴത്തേക്കും ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഇപ്പൊ നമ്മൾ എല്ലാവർക്കും ഓരോരോ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതി ഉണ്ടാവും. അപ്പൊ അത് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്ത് വരുമ്പോഴത്തേക്കും അങ്ങനെ കുറെ പുതിയ മെത്തേഡ്സ് ഒക്കെ കണ്ടുപിടിച്ചു. പിന്നെ ഇതിന്റെ ഇടയിൽ ഞാൻ ഒരു ചേച്ചി പറഞ്ഞ് കേട്ടതാണ്, എല്ലാ നല്ല ആർട്ടിസ്റ്റും മേക്സ് മിസ്റ്റേക്സ്, പക്ഷെ ആ മിസ്റ്റേക്സിനെ എങ്ങനെ നമ്മൾ കവർ ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു സംഭവം. അപ്പൊ അങ്ങനെ കുറെ ടിപ്സ് ആൻഡ് ട്രിക്സ് പഠിച്ചു. ഇപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ ഭയങ്കര സ്ട്രോങ് അല്ല ഡ്രോയിങ് എൻ്റെ ഒരു ഇത് വരച്ച് നോക്കുമ്പോഴത്തേക്കും, പക്ഷേ ഇതേപോലെ ചില ടെക്നീക്സ് ഒക്കെ ക്ലാസ്സിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഞാൻ പിക്ക് ചെയ്തു. അപ്പൊ അത് വെച്ചിട്ട് ഈ വരുന്ന മിസ്റ്റേക്സ് ഒക്കെ ഇങ്ങനെ കവർ ചെയ്ത് അതിന് മേക്കപ്പ് ചെയ്യാനായിട്ട് എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കയ്യിൽ. അപ്പൊ അങ്ങനെയായിരുന്നു ഡ്രോയിങ് പോയത്. പിന്നെ മാത്രമല്ല ഡ്രോയിങ്ങിന്റെ കംപ്ലീറ്റ് ഒരു ഫേസ് തന്നെ അങ്ങ് മാറി. പണ്ട് നോക്കി വരയ്ക്കുക എന്നുള്ളതായിരുന്നു മെയിൻ. ഇപ്പൊ ഇമാജിനേഷനിൽ നിന്ന് വരയ്ക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഓരോ ലൈനിനും ഓരോ ഷേപ്പിനും ഒക്കെ ഓരോ ക്യാരക്ടർ ഉണ്ട്. അതൊക്കെ ഇതിലേക്ക് വരുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഓരോ ചെറിയ കാര്യങ്ങളും എന്ത് ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ഓരോ കളേഴ്സ് എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അതൊക്കെ ഇത് പഠിച്ചു കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത്. അവന്റെ ഡ്രോയിങ്ങിലെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? എൻ്റെ ഡ്രോയിങ്ങിലെ എക്സ്പീരിയൻസ് പറഞ്ഞ പോലെ ഒരു സാധനം കാണും, കൊള്ളാം, അത് അപ്പാടെ എടുത്ത് വരയ്ക്കും. അല്ലാതെ ഇമാജിനേഷൻ എന്ന് വരയ്ക്കുന്ന ഒരു സംഭവം നേരത്തെ ഇല്ലായിരുന്നു. പണ്ടൊക്കെ ലൈക്ക് കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ആയിരുന്നു മെയിൻ. ചോട്ടാ ഭീമും സ്പൈഡർമാനും ഒക്കെ ആയിരുന്നു മെയിൻ വരയ്ക്കുന്നത്. ഇത് തന്നെ ആയിരുന്നു ഉള്ളത് വരപ്പ്. ഇപ്പൊ പക്ഷേ ഒരു സീൻ പറയുവാണെങ്കിൽ അത് ഇമാജിൻ ചെയ്ത് അത് പൊസിഷൻ ചെയ്ത് ഒരു കോമ്പസിഷൻ സെറ്റ് ചെയ്ത് അത് അപ്പാടെ വരയ്ക്കാൻ പറ്റുന്നുണ്ട്. അത് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. മൈൻഡിൽ നിന്ന് ഒരു സംഭവം വരയ്ക്കുന്നത് ഈസ് ആക്ച്വലി മോർ ഡിഫിക്കൾട്ട്. അപ്പം അത് ഹെൽപ്പ് ലോട്ട്. അത് ചെയ്യാനിപ്പോൾ പറ്റുന്നുണ്ട്. കോമ്പസിഷൻ ടെക്നിക്സ് ഒക്കെ എങ്ങനെയാ ഫെമിലറൈസ് ചെയ്തത് നിങ്ങൾക്ക്? കോമ്പസിഷൻ ടെക്നിക്സ് സാറുമാർ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റൂൾ ഓഫ് തേർഡ്സ്, ഗോൾഡൻ റേഷ്യോ, അങ്ങനെ കുറേ സംഭവങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ചെറിയ വീഡിയോസും മൂവീസും അതിൽ ഓരോ സീൻ എടുക്കുമ്പോൾ അതിൻ്റെ കോമ്പസിഷനൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ പോസ്റ്റേഴ്സിലുള്ള കോമ്പസിഷൻ അതൊക്കെ പറഞ്ഞു തരും. മൂവീസ് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു പരാമർശം കേട്ടു. മൂവീസ് നമ്മൾ കാണുന്ന രീതി ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മള് നോർമലി പാസീവ്ലി കാണുന്നു, എൻജോയ് ചെയ്യുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഓരോ സീൻ വരുമ്പോഴത്തേക്ക് അതിൽ ക്യാമറ ആംഗിൾ എന്താണ്, ലൈറ്റിംഗ് എങ്ങനെ ഇരിക്കുന്നത്, അതിലെങ്ങനെ കോമ്പോസിഷൻ എങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നു, ഇപ്പൊ ഈ കട്ട് എവിടെ വന്നു, അതൊക്കെ കുറെ കൂടെ കാണാൻ തുടങ്ങും. അപ്പൊ കംപ്ലീറ്റ് അങ്ങ് മാറി എങ്ങനെയാ സിനിമ കാണുന്നതെന്നുള്ളത്. എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ട്, ബട്ട് ഒരു പരിധിയായിട്ട് നമ്മൾ വേറൊരു മൈൻഡ് ആക്റ്റീവ് ആണ് ആ സമയം. അതിശയത്തെ എങ്ങനെയാണ്? ലൈക്ക് ഇത് പറഞ്ഞ പോലെ തന്നെ ലൈക്ക് കുറെ സിനിമ സീന് നോക്കിയിരിക്കും. ലൈക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ ലൈക്ക് പഴയ ക്ലാസിക് സിനിമസ് കുറെ എടുത്ത് കാണും. അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് വന്നു. അപ്പൊ അതിനിങ്ങനെ ഓരോന്നൊക്കെ നോക്കും, എവിടെയാണ് ഈ പറഞ്ഞ ക്യാരക്ടറിനെ പ്ലേസ് ചെയ്തത്, ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ, ലൈക്ക് എങ്ങനെ കണ്ണിനെ ഗൈഡ് ചെയ്യുന്നത്. അത് സീൻ ഡ്രോയിങ്ങിന് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ. ലൈക്ക് നമുക്കൊരു ക്യാരക്ടർ അവരുടെ ക്വസ്റ്റിന് തരും, ആ ക്യാരക്ടറിലോട്ട് നമ്മളെ കണ്ണു പോകണം. അപ്പൊ അതെങ്ങനെ ഗൈഡ് ചെയ്യാം എന്നതിനെ കുറിച്ച് റെഫറൻസ് ആയിട്ട് വേണമെങ്കിൽ മൂവീസ് എടുക്കാം.
ഇപ്പം സ്റ്റാർ വാർസ് കുറെ എടുത്തു നോക്കി അങ്ങനെ കുറെ ഷോട്ട്സ് ഉണ്ട്. ലൈക്ക് ബാക്ക്ഗ്രൗണ്ട് ഫുള്ളും ഭയങ്കര എംറ്റി ആയിട്ടിരിക്കുമ്പം നടുക്കൂടെ ഒരാളിങ്ങനെ നടന്നു പോകുന്നത് അല്ലെങ്കിൽ വണ്ടി ഒട്ടി പോകുന്നതായിട്ട് കുറച്ച് സീൻസ് ഒക്കെ കാണും. അപ്പം അതൊക്കെ റെഫറൻസ് ആയിട്ടൊക്കെ എടുത്ത് അതിങ്ങനെ ആലോചിച്ചു. അപ്പം ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ ചെയ്യും, മൈൻഡിൽ കൂടെ ഒരു ഐഡിയ കിട്ടും എങ്ങനെ ആ ഒരു ഒബ്ജക്റ്റിലോട്ട് ഫോക്കസ് പോകണം. അപ്പം അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്ത് ചിന്തിക്കാൻ തുടങ്ങി. ഇപ്പം അത് വേണമെങ്കിൽ പ്രോഡക്റ്റ് ഡിസൈനിലോട്ട് എടുക്കാം, സ്റ്റോറി ബോർഡിലും ചെയ്യാം, അങ്ങനെ കുറേ എടുത്ത്. പിന്നെ അത് ഇവോൾവ് ചെയ്താണ് എനിക്കൊരു ഐഡിയ കിട്ടിയത്. ലൈക്ക് ഡിസൈൻ ചെയ്യുമ്പം ഒരു സാധനം അവിടെ വെക്കുകയാണെങ്കിൽ അതിനൊരു പർപ്പസ് വേണം. ലൈക്ക് ചുമ്മാ ഒരു സാധനം എടുത്ത് വെച്ചാൽ ശരിയാകത്തില്ല. ആദിത്യൻ എനിക്ക് തോന്നുന്നു ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഡ്രോയിങ് കൂടെ ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു ഹയസ്റ്റ് ആയിട്ട് സ്കോർ ചെയ്തേക്കാണ് ഡ്രോയിങ്. എത്ര 86.5 സ്കോർ ചെയ്തിട്ടുണ്ട് ഡ്രോയിങ്. സോ പറയുകയാണെങ്കിൽ ആദിത്യന്റെ സ്ട്രോങ് സ്കിൽ എന്ന് പറയുന്നത് ഡ്രോയിങ് ആണ്. ഐ തിങ്ക് പവിന്റെ ഓൾസോ പറഞ്ഞു സ്ട്രോങ് സ്കിൽ ഡ്രോയിങ് ആയിരുന്നു. ഓക്കെ, സോർട്ട് ഓഫ്. ആൻഡ് ഇപ്പം ആദിത്യയുടെ എടുക്കുകയാണെങ്കിൽ ലോജിക്കൽ റീസണിങ് ഒക്കെ ആയിരുന്നു സ്ട്രോങ് സ്കില്ലായിട്ട് വന്നത്. അപ്പം ഡ്രോയിങ് മാൻഡറ്ററി ആണോ ഡിസൈൻ പെർസീവ് ചെയ്യാനും വേണ്ടിയിട്ട്? അല്ല, ആക്ച്വലി ലൈക്ക് സ്കെച്ചിങ് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ മോർ ദാൻ ദാറ്റ് കൺവിൻസിങ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത്. കൺവിൻസിങ് ഇൻ ദ സെൻസ് ലൈക്ക് ഇപ്പോൾ നമ്മളൊരു സംഭവം ഉണ്ടാക്കി എന്ന് വെച്ചാൽ ഒരു ഡിസൈൻ ചെയ്തു, എന്നിട്ട് അത് പ്രസന്റ് ചെയ്യണം. ആ പ്രസന്റ് ചെയ്യലാണ് ഇമ്പോർട്ടൻസ്. നമ്മൾ സ്കെച്ച് ചെയ്ത് വന്നിട്ട് കാര്യമില്ല, അത് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ആവണം. കമ്മ്യൂണിക്കേഷൻ ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാലും ഡ്രോയിങ് സ്കിൽ ഇസ് റിക്വയർഡ്. ഡ്രോയിങ് തീരെ അറിയാതെ പറ്റില്ല, ബട്ട് ഭയങ്കര എക്സ്ട്രാordinary ആവണം എന്നും ഇല്ല. ആയാലും നല്ലത്. ഇറ്റ്സ് മോർ ഇമ്പോർട്ടൻറ്റ് ടു കൺവേ യുവർ ഐഡിയ. ഈ ഡ്രോയിങ് ഒരു മീൻസ് ആണ്, ആ ഒരു ഐഡിയ കൺവേ ചെയ്യേണ്ട ഒരു മീഡിയം എന്ന് പറയാം ഡ്രോയിങ്. അപ്പോൾ അത്യാവശ്യം സ്കില്ല് വേണം, ഇല്ലാതെ പറ്റത്തില്ല. പക്ഷേ ഇറ്റ്സ് മോർ അബൌട്ട് ദി ഐഡിയാസ് ആൻഡ് ദ വേ യു കൺവേ ഇറ്റ്. സോ യുവർ മീഡിയം ക്യാൻ ബി എനിത്തിങ്, നോട്ട് നെസസറിലി ഡ്രോയിങ് തന്നെ വേണം. The technology is advancing, we have multiple mediums to express ourselves. Maybe for the exams you need a basic drawing skill that you have to develop. പക്ഷേ as you grow, as you develop as a designer, you have other mediums also in front of you. So on that note, in what way or what are your dreams in the design career? What problems are you waiting to solve? എന്തൊക്കെയാണ് മുന്നോട്ട് കാണുന്ന ഡ്രീംസ് എന്തൊക്കെയാണ്? ചോദിച്ചാൽ ഇറ്റ്സ് മച്ച് മോർ ഇൻട്രസ്റ്റഡ് ഇൻ ഒരു UI UX ആണ് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള സംഭവം. ഐ ആം ഇൻട്രസ്റ്റ് ഇൻ സോഫ്റ്റ്വെയർ റിലേറ്റഡ് സ്റ്റഫ്. അപ്പോൾ ഐ തിങ്ക് UI UX കുറച്ചുകൂടെ എനിക്ക് കംഫർട്ടബിൾ ആയി തോന്നും. ഐ ഓൾസോ ലൈക്ക് പ്രോഡക്റ്റ് ഡിസൈനിങ്, ഇറ്റ്സ് ഇസ് ആക്ച്വലി സൂപ്പർ ഫൺ. അപ്പോൾ ഇത് രണ്ടുമാണ് മെയിൻലി നോക്കുന്നത്. ആദ്യത്തേക്ക് എന്താണ് ആസ്പിറേഷൻ? എനിക്ക് വിഷ്വൽ കമ്മ്യൂണിക്കേഷനിലായിരുന്നു ഇൻട്രസ്റ്റ്, ബട്ട് പഠിച്ചു തുടങ്ങിയപ്പോഴേക്കും എനിക്ക് പ്രോഡക്റ്റിലേക്ക് ഇൻട്രസ്റ്റ് വന്നു. അങ്ങനെ ഈ പഠിക്കുന്നതോറും ഇൻട്രസ്റ്റ് ചേഞ്ച് ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. പിന്നെ ഞാൻ ഇടയ്ക്ക് ഇതുപോലെ ഒരു ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞത് നിങ്ങൾ ഇപ്പൊ കാണുന്നത് ഒരു ബേസിക് മാത്രമാണ്, നിങ്ങൾ ചിലപ്പോൾ കോളേജിൽ പോയി കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് അതിന്റെ ഒരു ക്ലിയർ ഐഡിയ കിട്ടുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ പോയിട്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നല്ലൊരു ചോയ്സ് എടുക്കാനായിട്ട് എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്കിങ്ങനെ എന്റെ ഇൻട്രസ്റ്റ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ സ്പെസിഫിക് ആയിട്ടില്ല, ബട്ട് എനിക്ക് കൂടുതൽ പഠിച്ചിട്ട് ചൂസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ആദ്യത്തിന്റെ എന്താണ്? ഞാൻ ആക്ച്വലി ആനിമേഷൻ ഫിലിം ഡിസൈൻ ആണ് നോക്കുന്നത്. ലൈക്ക് ബിക്കോസ് എനിക്ക് സ്റ്റോറി ടെല്ലിങ്ങിലോട്ട് ഇച്ചിരി കമ്പമുണ്ട്, പ്ലസ് എനിക്ക് സ്കെച്ചിങ് ഇഷ്ടമാണ്. സോ ലൈക്ക് എനിക്ക് ഈ മൂവിങ് ഫ്രെയിംസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാൻ വിചാരിച്ച ആ ഒരു ഇൻഡസ്ട്രിയിലോട്ട് അങ്ങ് പോകാം. പിന്നെ ഐ എം ലൈക്ക് റിയലി ഞാനിങ്ങനെ സ്വന്തമായിട്ടൊരു ആർട്ട് സ്റ്റൈൽ ഉണ്ടാക്കണം എന്നൊക്കെ ഒരു പ്ലാൻ ഉണ്ട്. അതിന് ഞാൻ ഇപ്പോഴേ എക്സ്പെരിമെൻ്റ് ഒക്കെ തുടങ്ങി. ഇപ്പം ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന എങ്ങനെ ഒരു സ്വന്തമായിട്ടൊരു സ്റ്റൈൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. സക്സസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിക്കുന്നു. സോ ഡിസൈൻ എന്ന് പറയുന്ന ഫീൽഡ് ഒരുപാട് അവയർനെസ് വരുന്നുള്ളൂ, ഒരുപാട് പേര് അറിഞ്ഞു തുടങ്ങുന്നുള്ളൂ. അപ്പോൾ കുറേ പുതിയ ആസ്പിറൻസ് ഉണ്ട് ഡിസൈൻ ഫീൽഡ് പെർസ്യൂ ചെയ്യാനും. ഇതുപോലെ NID, UCD അങ്ങനെ ക്യാമ്പസസ് ഉണ്ടെന്നൊക്കെ അറിഞ്ഞു വരുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസിന് എന്താണ് നിങ്ങളൊരു അഡ്വൈസ് കൊടുക്കുക? ഒന്ന് അവയർനെസ് ആണ്. ഒരുപാട് പേർക്ക് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് അറിയത്തില്ല. എല്ലാരും ഒരു സ്റ്റീരിയോ ടൈപ്പ് നമ്മൾ എഞ്ചിനീയറിങ്ങും മെഡിസിനും ഒക്കെ ആയിട്ട് പോവാണ്. അപ്പോൾ ഈ ആർട്സിനോടും ക്രിയേറ്റിവിറ്റിയോടും ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഫസ്റ്റ് തിങ് ഇതിനെ പറ്റി ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക എന്ന് ഞാൻ പറയും. ഇതിനെപ്പറ്റിയൊക്കെ ഒന്ന് അറിയുക, എന്നിട്ട് നിങ്ങൾക്ക് ഇത് ആക്ച്വലി വേണോ വേണ്ടയോ എന്ന് ഡിസൈഡ് ചെയ്തിട്ട് പോവുക. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, താല്പര്യം ഉണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ്.
ഇപ്പം നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ മിക്കവരുടെ ക്ലാസ്സിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, എംപതി എന്നൊരു ഫാക്ടർ ഇല്ല. ലൈക്ക് നമ്മൾ ഉണ്ടാക്കുമ്പം മറ്റാൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നത് ആരും ആലോചിക്കാറില്ല. അത് ആലോചിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നമ്മൾ ചുമ്മാ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല. ഇപ്പം തന്നെ ഒരു സിനിമ ഉണ്ടാകുമ്പം അതിനൊരു ഇമ്പാക്റ്റ് വേണമെങ്കിൽ അത് എങ്ങനെ ഇമ്പാക്റ്റ് ആവും എന്നുള്ളതിൻ്റെ ഒരു പ്ലാൻ ഉണ്ടാക്കണം. സത്യം പറഞ്ഞാൽ ഇതിന് നമ്മൾ പെർസ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ഇത്തിരി പേഴ്സണാലിറ്റി ചേഞ്ച് ചെയ്യേണ്ടി വരും. ഇപ്പം ഞാൻ പണ്ട് വരെ സ്റ്റബേണൊക്കെ ആയിരുന്നു, ഒരു ഐ ഡോണ്ട് കെയർ എന്നൊരു പേഴ്സണാലിറ്റി ആയിരുന്നു. ഇപ്പം ഇച്ചിരി ഞാൻ കെയർ ചെയ്യും, ഇച്ചിരി ഇമോഷണൽ ആയിപ്പോയി. അതിൽ ഇച്ചിരി റിഗ്രറ്റും ഉണ്ട്. പക്ഷെ അത് കുഴപ്പമില്ല. പക്ഷെ ഇറ്റ് ബെനിഫിറ്റ്സ്, അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ലൈക്ക് എപ്പോഴും നമ്മൾ ഈ വീക്ക്നെസ് സ്പോട്ട് ഓൺ ചെയ്ത് വെച്ച്, ലൈക്ക് വീക്ക്നെസ് മാത്രം ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ല. ചിലപ്പോൾ നമുക്ക് നമ്മുടെ സ്ട്രെങ്ത് വെച്ച് തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പം എനിക്ക് മാത്സ് വീക്കാണ്, അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ എനിക്ക് ഡ്രോയിങ് മാത്രം സ്ട്രെങ്ത് ഉണ്ട്. ഞാൻ ആ ഡ്രോയിങ് വെച്ച് തന്നെ ഫോക്കസ് ചെയ്ത് പോയിട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്ട്രെങ്സ് വെച്ച് അങ്ങ് കളിച്ചാലും മതി. എന്നും പറഞ്ഞ് വീക്ക്നെസ് ഇഗ്നോർ ചെയ്യണ്ട, വീക്ക്നെസ്സിൽ വർക്ക് ചെയ്യണം. ബട്ട് ഒരു ചാലഞ്ച് വരുമ്പോൾ നമ്മൾ നമ്മുടെ സ്ട്രെങ്ത് വെച്ച് ചെയ്യണം. സോ പവൻ, ആദിത്യ ആൻഡ് ആദിത്യൻ, താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ് നിങ്ങളുടെ ഇതുവരെയുള്ള എക്സ്പീരിയൻസും. അത് ഒരുപാട് ഡിസൈൻ ആസ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് നല്ലൊരു ഇൻസ്പിറേഷണൽ ഇതായിരിക്കും. കാരണം നിങ്ങൾ ഇത്രയും ടോപ്പ് റാങ്ക്സ് വാങ്ങിച്ചു നിങ്ങളുടെ ഹാർഡ് വർക്ക് കൊണ്ടുതന്നെ. സോ താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ് യുവർ സ്റ്റോറീസ് വിത്ത് അസ്. താങ്ക് യു. you.